T20 റിട്ടേണിൽ അങ്ങനെ തോറ്റു തുടങ്ങാൻ രോഹിത്തിന് പറ്റുമോ? അഫ്ഗാനിസ്ഥാനെ വളരെ കൺവിൻസിംഗ് ആയി തന്നെ തോൽപ്പിച്ചു. T20 ഡൈനാമിക്സിലേക്ക് അതിവേഗമാണ് രോഹിത്തിന്റെ ക്യാപ്റ്റൻസി അഡാപ്റ്റ് ആയത്. ഒരു വർഷത്തെ ഗ്യാപ്പൊന്നും ഒരു പ്രശ്നമേ ആയില്ല. ടീം സെലക്ഷൻ മുതൽ അത് കാണാമായിരുന്നു. സഞ്ജുവിന് പകരം മധ്യനിരയിലെ നിർണായക സ്ഥാനം ശിവം ഡുബെയ്ക്ക്. ഹർദിക്കിന് ബാക്കപ്പായി ഒരു പ്ലാൻ. ഡുബെ ആ ഓപ്പർച്യൂണിറ്റി ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരു വിക്കറ്റും ചേസിലെ ഒരു ബ്രില്യൻ്റ് ഇന്നിംഗ്സും. പേസ് ബോളിങ്ങിനെ നേരിട്ട രീതി വളരെ പ്രോമിസിംഗ് ആണ്. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ത്യക്കായി. ബൗളിംഗ് റൊട്ടേഷൻ കൃത്യമായി നടന്നു. മിനിമം 25 റൺസെങ്കിലും കുറവായിരുന്നു അഫ്ഗാൻ ടോട്ടൽ. എന്നാൽ ചേസിൽ രോഹിത്തിന്റെ റൺഔട്ട് കാണികളെ നിരാശരാക്കി. അവിടെ മുതൽ റണ്ണിംഗ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് വളരെ ശോകമായിരുന്നു. എടുക്കാവുന്ന സിംഗിൾസ് പലതും എടുത്തില്ല. മിസ്കമ്മ്യൂണിക്കേഷൻ എല്ലാവരിലും കണ്ടു. എന്നാൽ ഡുബെ ജിതേഷ് കൂട്ടുകെട്ട് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കി. വിവാദങ്ങളോടൊന്നും മത്സരശേഷം രോഹിത് പ്രതികരിച്ചില്ല. ഒരുപാട് പോസിറ്റീവ്സ് മാച്ചിൽ നിന്ന് കിട്ടിയെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. സ്പിന്നേഴ്സും പേസേഴ്സും ഒരുപോലെ പന്തെറിഞ്ഞു. ഇത്തരത്തിലുള്ള റൺഔട്ടുകൾ ക്രിക്കറ്റിൽ സാധാരണമാണ്. ഡുബെയും ജിതേഷും കാര്യങ്ങൾ ഭംഗിയാക്കി. സ്വയം ചലഞ്ച് ചെയ്യുകയാണ് ഈ പരമ്പരയിൽ ലക്ഷ്യം. സുന്ദർ 19th ഓവർ എറിഞ്ഞത് അതിനാലാണ്. പരിചിതമല്ലാത്ത അത്തരം കാര്യങ്ങൾ അടുത്ത മാച്ചുകളിലും പരീക്ഷിക്കും, രോഹിത് പറഞ്ഞു. ഞായറാഴ്ച ഇൻഡോറിലാണ് സെക്കൻഡ് T20. സഞ്ജുവിനെ കളിപ്പിക്കാത്തതിൽ പതിവ് പോലെ സോഷ്യൽ മീഡിയ കത്തി. മലയാളികളും മറ്റ് സംസ്ഥാനക്കാരും ഇത്തവണ BCCക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പകരമെത്തിയ ജിതേഷ് ശർമ്മ മികച്ച രീതിയിലാണ് കളിച്ചത്. സെക്കൻഡ് T20യിലെങ്കിലും സഞ്ജു കളിക്കുമോ എന്നാണ് ഇനിയുള്ള ചോദ്യം. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.